ചിക്കൻ്റെ എല്ല് പിടിച്ച് ഇങ്ങനെ കുടഞ്ഞാൽ എല്ലുമെന്ന് ഇങ്ങനെ ഉരിഞ്ഞ് പോയിരുന്നൊക്കെയാണ് ഇതുവരെ കഴിക്കാത്ത മധുബൂത്ത് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും സൊഫാനും കൂടി ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ കരുവാങ്കലിൽ കഴിഞ്ഞിട്ട് കാടപ്പടി റൂട്ടിൽ ഡേ ടു ഡേ റെസ്റ്റോറൻറ്റിൽ AC ഡൈനിങ്ങും നോൺ AC ഡൈനിങ്ങും എല്ലാം ഇവിടെ തയ്യാറാണ് കേട്ടോ. വ്യത്യസ്തങ്ങളായ ഫുഡുകൾ ഉണ്ടെങ്കിലും മധുബൂത്ത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാട്ടോ ഞങ്ങൾ. അപ്പം നേരെ കയറിയിട്ട് കയ്യൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇരുന്നപ്പോഴാണ് ആ പരമമായ സത്യം ഞങ്ങൾ അറിയുന്നത്. മധുബൂത്ത് കഴിക്കാനാണ് നമ്മൾ വരുന്നതെങ്കിൽ വരുന്ന സമയത്ത് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വിളിച്ചു പറയണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ സാധനം ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ പ്ലേറ്റിക്ക് ഇങ്ങനെ തട്ടനാണ് ഈ കാണുന്നത്. മധുബൂത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചൂടോട് കൂടി കഴിക്കണം. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ആവി ഇങ്ങനെ പറക്കണേ, ഇതോടുകൂടി അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ചൂടോട് കൂടി അത് കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സോസും മയോണൈസും ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ബൈറ്റ് തന്നെ അവിടെ കൊണ്ടുവച്ച ആ മറ്റേ സാലഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് പിടിക്കാതിരിച്ച് അങ്ങനെ സാലഡൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് പിടിച്ചു നോക്കിയാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലട്ട സാധനം. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കണം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പം എന്തായാലും ഇതൊരു വട്ടം ട്രൈ ചെയ്യാത്തില്ല, എന്തായാലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ സോഫ്റ്റ്, എന്തായാലും ടെൻഡർ ചിക്കൻ. എന്നാലാണെങ്കിലും എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ സൊഫാനോട് ചോദിച്ചപ്പോൾ സൊഫാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോസും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു കിട്ടോ. സോസും കൂട്ടി കഴിച്ചപ്പോൾ രക്ഷ. നിങ്ങളൊക്കെ ചിക്കൻ മധുബൂത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എനിക്ക് കമന്റിലായിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സൊഫാനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ആ ചിക്കൻ്റെ തോലൊക്കെ ഓനത് തൊലിച്ചെടുക്കണേ. അതേപോലെ തന്നെ ഓനത് കഴിച്ചേക്ക് പോകാൻ പറഞ്ഞത് നല്ല രസമുണ്ട്, അടിപൊളിയാണെന്നൊക്കെ തന്നെ ഓനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കും. അപ്പോൾ എന്തായാലും ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. കരുവാങ്കലിൽ നിന്ന് കാടപ്പടി റൂട്ടിൽ ഡേ ടു ഡേ റെസ്റ്റോറൻറ്റ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.